ലൈഫ് സ്റ്റൈലിന്റെ ഹെൽത്ത് കെയർ സെഗ്മെന്റിലൂടെ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. ചർമ്മ സംരക്ഷണം, മുടിയഴക്, അതുപോലെ തന്നെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ ശ്രദ്ധിക്കുന്നു ഇന്നത്തെ ന്യൂ ജനറേഷൻ. ഈ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നിലമ്പൂരിലെ ചന്തക്കുന്നിലുള്ള സോർവിക് എസ്തെറ്റിക് ആൻഡ് ലേസർ ക്ലിനിക്കിൽ നിന്നും ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ അമൽ രാജ് ആണ്. ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. ഡോക്ടർ, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ എന്ന് പറയുന്നത്, സ്കിന്നിന്റെ സംരക്ഷണം. അപ്പോൾ സ്കിൻ സംരക്ഷണത്തിനും അതുപോലെ ട്രീറ്റ്മെന്റിലും വന്നിട്ടുള്ള നൂതന കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസും മിഡിൽ ഏജിലായിക്കോട്ടെ, യങ് ഏജിലായിക്കോട്ടെ, കുറച്ച് പ്രായം ചെന്നവരായിക്കോട്ടെ, അവരുടെ പ്രധാനമായ കൺസേൺ ചർമ്മത്തിലുള്ള പാടുകൾ, ചുളിവുകൾ, അതുപോലെ ചർമ്മത്തിലുള്ള അമിതമായ രോമവളർച്ച, ഡ്രൈനെസ്, ഓയിലി സ്കിൻ, അങ്ങനെയുള്ള കൺസേണുകളാണ്. ഇവയ്ക്കെല്ലാം തന്നെ അതിനൂതനമായ വിദഗ്ധ ചികിത്സകൾ ലഭ്യമാണ്. ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സകൾ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ബ്രോഡായിട്ട് സർജിക്കൽ, നോൺ സർജിക്കൽ എന്നീ തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ അത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ചില തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റുകളാണ്. കെമിക്കൽ പീൽസ് എന്ന് നമ്മൾ അതിനെ പറയും. അത് സ്കിന്നിന്റെ ഒരു ലെയറിനെ റീജുവനേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ചികിത്സാ രീതികളാണ്. മുഖത്തെ കറുത്ത പാടുകൾ, അമിത രോമവളർച്ച, ഡ്രൈനെസ്, മുഖക്കുരു മുതലായ ട്രീറ്റ്മെന്റുകളാണ് കൂടുതലായും ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇവയ്ക്ക് അതിനൂതനമായ ലേസർ ചികിത്സാ രീതിയും കെമിക്കൽ പീൽ പോലെയുള്ള ചികിത്സാ രീതിയും ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അത് ഗ്രോത്ത് ഫാക്ടർ ഒരുപാടുള്ള ഒരു ഘടകമാണ്. ആ ഘടകം ഉപയോഗിച്ച് ചെയ്യുന്ന വാമ്പയർ ഫേഷ്യൽ, മൈക്രോ നീഡലിംഗ് പോലെയുള്ള തെറാപ്പികളും ഫേഷ്യൽ റീജുവനേഷനായി ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മുഖത്തിന്റെ സൗന്ദര്യവർദ്ധനം എന്നുള്ളത് മുഖത്തിന്റെ റീജുവനേഷൻ എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ആ റീജുവനേഷൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ റീജുവനേഷനായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ശരീരത്തിന്റെ റീജുവനേഷന് വേണ്ടി നമ്മളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, ഭക്ഷണ ക്രമീകരണങ്ങളായിക്കോട്ടെ, നമ്മളുടെ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആസ്പെക്ട് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വിഷപദാർത്ഥങ്ങളും ഹോർമോണുകളും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണ് 90% ചർമ്മരോഗങ്ങൾക്കും കാരണമായി വരുന്നത്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാത്ത കാലത്തോളം നമ്മളുടെ ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനോട് കൂടെ തന്നെ ചില അഡ്ജങ്ക്ട് തെറാപ്പീസ്, അത് നമ്മളുടെ സ്കിന്നിനെ റീജുവനേറ്റ് ചെയ്യാനും ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള സ്കിൻ കോംപ്ലക്ഷൻ അപ്പിയറൻസ് ആക്കി മാറ്റാനും സഹായിക്കുന്നു. അതിന് ആധുനിക കാലഘട്ടത്തിൽ ലേസർ തെറാപ്പി, കെമിക്കൽ പീലിംഗ്, മൈക്രോ നീഡ്ലിംഗ്, വാമ്പയർ ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ തെറാപ്പി, കാർബൺ ഫേഷ്യൽ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചർമ്മത്തിന്റെ ഏറ്റവും മുകളിലുള്ള പാളിയായ എപ്പിഡെർമിസിൽ തന്നെ 4-5 ലെയറുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും അടിയിലുള്ള ലെയറായ ബേസ്മെന്റ് ലെയർ ഓർ സ്ട്രാറ്റം ബേസൈൽ എന്ന് പറയുന്ന ലെയറിൽ നിന്നുണ്ടാവുന്ന ഗ്രോത്ത് ആണ് പിന്നീട് ചർമ്മത്തിന്റെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകം. ഡോക്ടർ, ഇപ്പൊ പലരും പറയുന്ന പ്രശ്നങ്ങളിലൊന്നാണ് സ്കിന്നിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഡ്രൈ സ്കിൻ ആകുന്നു, അല്ലെങ്കിൽ വളരെ ഓയിലി ആയിട്ടുള്ള സ്കിൻ ആകുന്നു, പിന്നെ പുറത്തു പോകുമ്പോൾ സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ടാനിങ് വരുന്നു, ഡിഫറെന്റ് കളേഴ്സ് വരുന്നു, ഫേസിലാണെങ്കിലും ഹാൻഡിലാണെങ്കിലും ഒക്കെ. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? ടാനിങ്, ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഈ 3 പ്രശ്നങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ പ്രതിരോധവും വളരെ ലളിതമായിരിക്കും. ടാനിങ് ഉണ്ടാവുന്നത് നമ്മളുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേസ്മെന്റ് ലെയറിൽ ചില സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ മെലനോസൈറ്റ്സ്, ഡെൻഡ്രൈറ്റിക് സെല്ലുകളെ മെലനോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ആ മെലനോസൈറ്റ് സെല്ലുകൾ ഉണ്ടാക്കുന്ന മെലാനിൻ എന്നുള്ള പിഗ്മെന്റുകളാണ് നമ്മളുടെ ശരീരത്തിന്റെ ടാൻ, നമ്മുടെ കോംപ്ലക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഘടകം. ഈ മെലനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് സൂര്യപ്രകാശത്തിലുള്ള UV ലൈറ്റുകൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കുമൊക്കെ ഇതിൽ ഒരു പരിധി വരെ റോളുണ്ട്. അതുപോലെ നമ്മളുടെ ശരീരത്തിൽ തന്നെ ചില ഗ്ലാൻഡുകളുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡുകൾ, സെബേഷ്യസ് ഗ്ലാൻഡുകൾ, ഓയിൽ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികളിൽ നിന്നുണ്ടാവുന്ന സെക്രീഷൻസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ ഓയിലി ടെക്സ്ചർ നിശ്ചയിക്കുന്നത്. ഈ ഗ്ലാൻഡുകളുടെ പ്രിസർവേഷൻ ആണ്
നമ്മൾ ഓയിലി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം. അതുപോലെ ടാനിങ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ സൺ എക്സ്പോഷർ കുറയ്ക്കുക, സൺലൈറ്റിലേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക, സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് SPF 50 മുകളിലുള്ള സൺസ്ക്രീനും റീജുവനേഷൻ തെറാപ്പികളും ഉപയോഗിക്കാം. അത് കൂടാതെ അതിനൂതനമായ ഹൈഡ്രാഫേഷ്യൽ, കാർബൺ ഫീൽ, കാർബൺ ലേസർ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഡോക്ടർ, നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുന്നതിനുള്ള പുതിയ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? നമ്മളുടെ സ്കിന്നിന്റെ കറുത്ത പാടുകൾക്കും അല്ലെങ്കിൽ പാച്ചുകൾക്കും ഒരു പരിധിവരെ കാരണമാകുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റി ഓക്സിഡന്റുകളാണ്. ഈ ആന്റി ഓക്സിഡന്റുകളെയും ഹെവി മെറ്റലുകളെയും നീക്കം ചെയ്യുകയും സ്കിന്നിന്റെ റീജുവനേഷൻ ആവശ്യമുള്ള ഘടകങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്താൽ തന്നെ നമ്മളുടെ സ്കിന്ന്, അതുപോലെ ചുണ്ടുകളും മുഖത്തിന്റെ അപ്പിയറൻസും എല്ലാം വളരെ ആകർഷകമായി മാറുന്നതാണ്. അതിനായി ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഗ്ലൂട്ടത്തയോൺ കോക്ടെയിൽ പോലെയുള്ള ആന്റി ഓക്സിഡന്റ് തെറാപ്പികൾ ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ, പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അമിത രോമ വളർച്ച എന്നുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ അമിത രോമ വളർച്ചയെ തടയാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി, മന്ത്ലി ഒക്കെ വാക്സിൻ ചെയ്യുന്നതിനേക്കാൾ ഒരു ലോങ് ടേമിൽ നമുക്ക് ഈ അമിത രോമ വളർച്ചയെ തടയാൻ എങ്ങനെയൊക്കെ സാധിക്കും? അമിത രോമ വളർച്ച പ്രധാനമായും ഉണ്ടാവുന്നത് ചില ഹോർമോണുകളുടെ വ്യതിയാനം മൂലമാണ്. അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായി ചെയ്യേണ്ട കാര്യം. അതിന് ഒരു എക്സ്പേർട്ട് ഫിസിഷ്യന്റെ, ഡോക്ടറുടെ സഹായത്തോടു കൂടി ഏത് ഹോർമോണിന്റെ പ്രശ്നങ്ങളാണോ ഉള്ളത് ആ ഹോർമോൺ വ്യതിയാനങ്ങളെ പരിഹരിക്കുകയും PCOD, PCOS പോലെയുള്ള സ്ത്രീരോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുക. അത് കൂടാതെ നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിന് മൾട്ടിപ്പിൾ സെഷൻസ് ആവശ്യമാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ അമിത രോമ വളർച്ചയെ നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ വഴി പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, ഇപ്പൊ മുഖ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കിൻ, ഹെയർ എന്നുള്ളതിൽ നിന്നൊക്കെ മാറി മുഖത്തിന്റെ ഷേപ്പ്, അതുപോലെ മുഖത്തിന്റെ ഭാഗങ്ങളുടെ ഷേപ്പ്, ആ രീതിയിലൊക്കെ നമ്മൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഈവൻ കണ്ണ് പോലും ഷേപ്പ് ചെയ്യുന്ന പുതിയ ചികിത്സാ രീതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മേഖലയിൽ വന്നിരിക്കുന്ന ന്യൂ കോൺസെപ്റ്റ്സ്? ഇപ്പോൾ നമുക്ക് മുഖത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചുളിവുകളൊക്കെ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഏജിങ് റിലേറ്റഡ് ആയിരിക്കാം. അതല്ലെങ്കിൽ കൂടുതൽ ഫാറ്റ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മൂലമായിരിക്കാം. ആ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായി നമുക്ക് ലേസർ ചികിത്സാ രീതികളുണ്ട്, ചില സർജിക്കൽ തെറാപ്പികളുണ്ട്. അത് കൂടാതെ നോൺ സർജിക്കൽ തെറാപ്പികൾ എന്ന് തന്നെ പറയാവുന്ന ചിൻ ലിഫ്റ്റ്, ജോ ലിഫ്റ്റ്, ത്രെഡ്സ്, ബ്ലെഫറോപ്ലാസ്റ്റി, ഐബ്രോ ലിഫ്റ്റ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആന്റി ഏജിങ് തെറാപ്പി എന്ന് പറയാവുന്ന ഇപ്പോൾ നമ്മുടെ ഫേസ് ലിഫ്റ്റ്, ത്രെഡ്സ്, അതുപോലെ ഡബിൾ ചിൻ റിഡക്ഷൻ, അത് ലേസറായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ലൈപ്പോസെക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ വഴി ചെയ്യാം. ഇനി അതല്ല പ്ലംബ് അപ്പ് ചെയ്ത് ഏജിങ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് എങ്കിൽ അതിന് നമുക്ക് ബോട്ടോക്സ്, ഫില്ലേഴ്സ് പോലെയുള്ള തെറാപ്പികളുണ്ട്. ഫാറ്റ് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ചില മെഡിസിൻസും അവൈലബിൾ ആണ്, ന്യൂട്രീഷൻ തെറാപ്പിയും അവൈലബിൾ ആണ്. ഇത് ഒരു എക്സ്പെർട്ട് സർജന്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ്. ഡോക്ടർ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ സൗന്ദര്യം എൻഹാൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് നല്ലൊരു സ്മൈൽ എന്ന് പറയുന്നത്. നല്ലൊരു സ്മൈൽ ഉണ്ടാവുക, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിര തെറ്റാത്ത ഭംഗിയുള്ള പല്ലുകൾ. അപ്പോൾ ദന്ത സംരക്ഷണത്തിനായും നല്ലൊരു സ്മൈൽ ഡിസൈൻ ചെയ്യുന്നതിനുമൊക്കെ ഉള്ള എങ്ങനെയാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത്? ഒരു ചെറു പുഞ്ചിരിയോടെ ഉണരാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ പുഞ്ചിരി നിലനിർത്താനായി നിരയൊത്ത പല്ലുകളും ചുണ്ടുകളും മോണയും താടിയലും എല്ലാം ആവശ്യമാണ്. ഇതിനെല്ലാം പ്രത്യേകം ചികിത്സകളും നമുക്ക് ലഭ്യമാണ്. ഇതിന്റെ എല്ലാം നിരയും അതിന്റെ സൗന്ദര്യവും നിലനിർത്താനായി പല്ലുകളുടെ നിര തെറ്റിയ ഘടനയെ മാറ്റിയെടുക്കാനായി മുത്തുകൾ ഒട്ടിക്കാത്ത അലൈനർ തെറാപ്പി നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത് കൂടാതെ പല്ലുകൾ വൈറ്റൻ ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് തെറാപ്പി ഉണ്ട്, ലേസർ ബ്ലീച്ചിങ് അവൈലബിൾ ആണ്, വെനീർസ്, ബ്രിഡ്ജസ് അവൈലബിൾ ആണ്. പല്ലുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലുകളിലേക്ക് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ഇംപ്ലാന്റ് തെറാപ്പി, അതിനൂതനമായ ഇംപ്ലാന്റ് തെറാപ്പി നമുക്ക് അവൈലബിൾ ആണ്. അത് തന്നെ
വളരെ പെട്ടെന്ന് 72 അവേഴ്സിൽ തന്നെ പല്ല് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇംപ്ലാന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതുകൂടാതെ താടിയലിന്റെ സൗന്ദര്യത്തിനെ മോഡിഫൈ ചെയ്യാനായി ഓർത്തോഗ്നാത്തിക് സർജറികൾ ഉണ്ട്. ഉന്തിയതും ഭംഗിയില്ലാത്തതും വൈരൂപ്യമുള്ളതുമായ താടിയല്ലുകൾ സർജിക്കലി കറക്റ്റ് ചെയ്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ മോണ ഉന്തലിനും മോണ തെളിയലിനുമൊക്കെ അതിനൂതനമായ ലിപ്പ് റീപൊസിഷനിങ്, ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകളും ഇന്ന് നമുക്ക് ഉപയോഗത്തിലുണ്ട്. ഡോക്ടർ, മുടിയഴക് മിക്കവരുടെയും വലിയൊരു സ്വപ്നമാണ്. പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഹെയർ ഫോൾ എന്നുള്ളത്. ചെറുപ്പത്തിലെ തന്നെ കഷണ്ടി ആകുന്നതൊക്കെ ഇപ്പോൾ വളരെ കൂടി വരുന്നുണ്ട്. ഈ ഹെയർ ഫോളിനും കഷണ്ടിക്കും ഒക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്തൊക്കെയാണ്? ഈ മുടി പൊഴിച്ചിൽ എന്നുള്ള കണ്ടീഷൻ പലതരത്തിൽ പല കാരണങ്ങൾ കൊണ്ടുവരാം. അത് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്ന ആൻഡ്രോജനിക് ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ചില പത്തോളജിക്കൽ കണ്ടീഷൻ, സിഫിലിസ് പോലെയുള്ള അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള അലോപേഷ്യ ഏരിയേറ്റ പോലെയുള്ള കണ്ടീഷൻസിൽ വരാം. അതിൽ ആൻഡ്രോജനിക് അലോപേഷ്യ എന്നുള്ള നമ്മളുടെ മെയിൽ ടൈപ്പ് ബാൾഡ്നെസ്സിന് നമുക്ക് തീർച്ചയായും ചികിത്സാ രീതികൾ അവൈലബിൾ ആണ്. ഇന്ന് ആ മുടിയിഴകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനുള്ള PRP, GFC പോലെയുള്ള ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. മൈക്രോനീഡിലിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കഷണ്ടി ഉള്ള ആളുകൾക്ക് പോലും ഒരു പരിധി വരെ ഓക്സിപിറ്റൽ റീജിയൻ, തലയുടെ ബാക്ക് സൈഡിൽ എപ്പോഴും മുടി ഉണ്ടാകും. ആ സൈഡിലുള്ള മുടിയിഴകൾക്ക് ഈ മുടി പൊഴിച്ചിലിനെ പ്രതിരോധിക്കാൻ ഒരു പരിധി വരെ കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട്. ആ പ്രതിരോധിക്കാൻ കഴിവുള്ള മുടിയിഴകളെ നമ്മൾ വേര് സഹിതം ഹാർവെസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനെ മുടി പൊഴിച്ചിൽ കൂടുതലുള്ള ഭാഗത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള അതിനൂതന ചികിത്സാ രീതി FUE ഇന്ന് ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ മുടിയിഴകളുടെ വളർച്ചയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചില മരുന്നുകളും ഉപയോഗത്തിലുണ്ട്. ചർമ്മ സംരക്ഷണം, മുഖ സൗന്ദര്യത്തിനുള്ള ചികിത്സകൾ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, കഷണ്ടി എന്നിവയ്ക്കുള്ള ശാശ്വത പരിഹാരം നമുക്കായി പറഞ്ഞു തന്നത് സോർവിക് എസ്തെറ്റിക് ആൻഡ് ലേസർ ക്ലിനിക്കിൽ നിന്നും ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ അമൽരാജ് ആണ്. താങ്ക് യു ഡോക്ടർ, ഇത്രയും വിലപ്പെട്ട സമയം നമുക്കായി ചെലവഴിച്ചതിന്. താങ്ക് യു.